innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ഖുതുബയിൽ വുളൂഉമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 5 നേരത്തെ നമസ്കാരത്തിനു വേണ്ടി വുളൂഉ എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ നമ്മളിൽ പല ആളുകൾക്കും അതിന്റെ രൂപവും അതിന്റെ ശ്രേഷ്ഠതകളും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വുളൂഉ ശരിയായാൽ മാത്രമേ നമ്മുടെ നമസ്കാരം ശരിയാവുകയുള്ളൂ. നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് വുളൂഉ പരിപൂർണമാവുക എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 നേരം വുളൂഉ ചെയ്തുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് അവന്റെ മരണം വരെയുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. വുളൂഇനെ കുറിച്ച് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലാഅത്ത് എന്ന അറബി പദത്തിന് ഊരിത്തിരിഞ്ഞു വന്ന ഒരു വാക്കാണ് വുളൂഉ എന്നുള്ളത്. അതിന്റെ മലയാള അർത്ഥം ഭംഗി, അതേപോലെ തന്നെ ശോഭ എന്നൊക്കെയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വുളൂഉ എന്നുള്ളത് നമസ്കാരം പോലെയുള്ള ആരാധനകൾക്ക് അത് പൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ള നിബന്ധനയിൽപ്പെട്ടതാണ് വുളൂഉ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ കൃത്യമായി കൊണ്ട് അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു,
ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഅ്സിലു വുജൂഹകും വഅയ്ദിയകും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസികും വഅർജുലകും ഇലൽ കഅബൈനി എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അഥവാ സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ നമസ്കാരത്തിനു വേണ്ടി ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ കൈകളും അതേപോലെ തന്നെ നിങ്ങളുടെ തലകൾ തടവണം, നിങ്ങളുടെ കാലുകൾ കഴുകണം എന്നിങ്ങനെ വളരെ കൃത്യമായി എങ്ങനെയാണ് നമസ്കാരത്തിനു വേണ്ടി ഒരുങ്ങേണ്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. വുളൂവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതിന്റെ കൃത്യമായ വിശദീകരണം, എങ്ങനെയാണ് മുഖം കഴുകേണ്ടത്, എങ്ങനെയാണ് തല തടവേണ്ടത്, അതേപോലെ തന്നെ കാലുകൾ കഴുകേണ്ടത് എപ്രകാരമാണ് എന്നിങ്ങനെയുള്ള കൃത്യമായ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, പ്രവാചകർ അവിടുന്ന് പറയുകയുണ്ടായി, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവല്ല. ഒരാളുടെ നമസ്കാരം ശരിയാകണമെങ്കിൽ അവൻ വുളു എന്നുള്ളത് പരിപൂർണമായി ചെയ്യേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇനി സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു മുസ്ലിം, ഒരു വിശ്വാസി നമസ്കാരത്തിനു വേണ്ടി വുളു ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. മഹാനായ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഒരു വിശ്വാസിയായ ആള് നമസ്കാരത്തിനു വേണ്ടി എങ്ങനെയാണ് വുളു എടുക്കേണ്ടത്, അതിന്റെ ക്രമങ്ങൾ എങ്ങനെയാണ്, അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഒരാള് വുളു എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് എങ്കിൽ ആദ്യമായി അയാൾ മിസ്വാക്ക് ചെയ്യണമെന്നാണ്, അയാളുടെ പല്ലുകൾ വൃത്തിയാക്കണം. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എന്റെ ഉമ്മത്തിന് ഒരു ബാധ്യത ആവുകയില്ല എങ്കിൽ എല്ലാ വുളുവിന്റെയും മുമ്പ് മിസ്വാക്ക് ചെയ്യാൻ, പല്ല് തേക്കാൻ വേണ്ടി അത് വുളുവിലെ ഒരു ക്രമമായിക്കൊണ്ട് ഞാൻ പഠിപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വുളു ചെയ്യുന്നതിന് മുമ്പായി ആദ്യമായി കൊണ്ട് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് അതൊരു സുന്നത്തായ കാര്യമാണ് എന്ന്. അതേപോലെ തന്നെ ഏതൊരു കർമ്മത്തിനും നിയ്യത്ത് ആവശ്യമാണ് എന്ന പോലെ തന്നെ വുളുവിനും നിയ്യത്ത് അഥവാ നമ്മുടെ മനസ്സിലെ കരുതൽ അത് അത്യാവശ്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വുളുവിന്റെ രൂപം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ആദ്യം വുളു ചെയ്യുന്നതിന് മുമ്പായി അയാൾ ബിസ്മി ചൊല്ലണം. എന്നിട്ട് തന്റെ രണ്ട് കൈകളും ഈ മണിബന്ധം വരെ അത് പൂർണ്ണമായി കൊണ്ട് 3 തവണ അതിന്റെ എല്ലാ ഭാഗങ്ങളും നനയുന്ന രൂപത്തിൽ അയാൾ എന്ത് ചെയ്യണം, ആദ്യമായി കൊണ്ട് അത് പൂർത്തിയാക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വായിൽ വെള്ളം കയറ്റുകയും അതേപോലെ തന്നെ കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ഇടത് കൈ കൊണ്ട് ചീറ്റണമെന്നാണ്. അതൊരാള് 3 തവണ ചെയ്യണം. ഇത് ഞാനിങ്ങനെ എണ്ണങ്ങനെ പറഞ്ഞു തരുന്നതിൽ അതിന്റെ രൂപം നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 5 നേരം നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ്. മരണം വരെ അത് ആവശ്യമാണ്. തെറ്റുകളുണ്ട് എങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യത കൂടിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം തന്റെ മുഖം 3 തവണ കഴുകിയിരുന്നു എന്നാണ്. മുഖം കഴുകുമ്പോൾ താടിയുള്ള ആളുകളൊക്കെ അതിമങ്ങൾ ഉള്ളിലേക്കൊക്കെ നനയുന്ന രൂപത്തിൽ തന്റെ കൈകൾ കൊണ്ട് ചിക്കി അകറ്റിക്കൊണ്ട് എല്ലാ രൂപത്തിൽ മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം നനയുന്ന രൂപത്തിൽ മുഖം കഴുകൽ 3 തവണ പൂർത്തിയാക്കണമെന്നാണ്. അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പഠിപ്പിച്ചു, അവരവരുടെ കൈകൾ മുട്ടുൾപ്പെടെ കയറ്റി കഴുകണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ കൈ അതിന്റെ പൂർത്തിയാകുന്നത് വരെ കയറ്റി കഴുകിയിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തോട് സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ ചില സ്വഹാബത്തൊക്കെ മുട്ടുൾപ്പെടെ അതിനേക്കാൾ കൂടുതലായിട്ട് കയറ്റി കഴുകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ്. ചില ആളുകൾ വുളു എടുക്കുമ്പോൾ കൈകൾ കഴുകുക എന്ന് പറഞ്ഞാൽ അവരുടെ മുട്ടൊന്നും നനയുകയില്ല. അത് പാടില്ല. അത് പൂർണ്ണമായി കൊണ്ട് നനയുന്ന രൂപത്തിൽ 3 തവണ ഇരു കൈകളും പൂർത്തിയാക്കിക്കൊണ്ട് കഴുകാൻ, അത് വുളു പൂർത്തിയാകുന്നതിന് അത് നമ്മുടെ മേലുള്ള ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴുകാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും 3 തവണയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് പിന്നീട് പറഞ്ഞു, നിങ്ങൾ തല തടവുക. ഇവിടെയാണ് പല ആളുകൾക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുള്ളത്. ചില ആളുകൾ 3 തവണ നെറ്റിയുടെ ആരംഭത്തിൽ ഇങ്ങനെ തോണ്ടും. ആ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. തല തടവുക എന്ന് പറഞ്ഞാൽ നെറ്റി മുതൽ ആരംഭിച്ച് തല മുഴുവനായി തടവി പിരടി വരെ എത്തുകയും ശേഷം തിരിച്ചും അതേപോലെ ഈ നെറ്റിയുടെ ആരംഭം വരെ എത്തുന്ന രൂപത്തിലുള്ള രീതി, ആ രൂപത്തിൽ തടവുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക. പിന്നീട് മറ്റു വെള്ളമെടുക്കാതെ ആ കൈകൊണ്ട് തന്നെ ചെവി, അതിന്റെ ഒരു തവണ 2 ചെവികൾ, ഇരു ചെവികളും തടവുന്ന രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നീട് കാലുകൾ കഴുകണം. ഞെരിയാണി ഉൾപ്പെടെ നമ്മുടെ വിരലുകളുടെ എല്ലാ ഇടഭാഗങ്ങളും നനയുന്ന രൂപത്തിൽ അത് കഴുകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി. നോക്കൂ, പ്രവാചകർ തബൂക്ക് യുദ്ധത്തിന്റെ ഒരു യാത്രയിൽ അവർ അസർ നമസ്കാരത്തിനു വേണ്ടി എല്ലാ സ്വഹാബത്തുമുണ്ട്, പ്രമുഖരായ സ്വഹാബികളുണ്ട്. അവർ ഈ തബൂക്ക് യുദ്ധത്തിന്റെ യാത്രയിൽ അസർ നമസ്കാരത്തിനു വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങുകയും അസർ നമസ്കാരത്തിനു വേണ്ടി എല്ലാ സ്വഹാബത്തും വുളു ചെയ്തുകൊണ്ട് മുസല്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില സ്വഹാബത്തിന്റെ മടമ്പിൻ കാലുകൾ നനയാത്ത അവസ്ഥ ഉണ്ടായി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, മടമ്പിൻ കാലുകൾക്ക് നരകം കൊണ്ട് നാശം. നമുക്കൊരു യാത്രയിൽ പോലും എളുപ്പത്തിൽ ഒരു ഇബാദത്താണത്, അത് പരിപൂർണമായി കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകർ അവരെ പഠിപ്പിച്ചത് ആ വുളു മാറ്റിയെടുക്കണം എന്നാണ്. അവരെ കൊണ്ട് ആ വുളു മാറ്റിയെടുപ്പിച്ച് അതിന്റെ പൂർണ്ണത അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ വുളുവുമായി ബന്ധപ്പെട്ട് ഒരു പിഴവുകളും ഒരു തെറ്റുകളും സഹോദരങ്ങളെ ഉണ്ടാകാൻ പാടില്ല. കാരണം വുളു ശരിയായാൽ മാത്രമേ നമ്മുടെ നമസ്കാരം ശരിയാവുകയുള്ളൂ എന്ന അടിസ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ മദ്രസയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു വുളുവിന്റെ രൂപമായിരിക്കും ഇപ്പോഴും നമ്മൾ തുടർന്നു പോരുന്നുണ്ടാവുക. നമ്മൾ തിരിച്ചറിയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണ് ഞാനും വുളു ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വുളു പരിപൂർണമാവുകയുള്ളൂ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചത് ലാ തുഖ്ബലു സ്വലാത്തൻ ബിഗൈരി തഹൂർ, ശുദ്ധീകരിക്കാതെ വുളു ഇല്ലാതെ ഒരാളുടെ നമസ്കാരവും ശരിയാവുകയില്ല എന്നാണ്. വുളു എടുക്കാതെ ആര് നമസ്കരിച്ചാലും ആ നമസ്കാരത്തിന് ഒരു പുണ്യവും ലഭിക്കുകയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. ചില ആളുകളൊക്കെ വുളുവിന്റെ ഓരോ അവയവങ്ങൾക്കുമ്പോഴും ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു രീതി തന്നെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. നമ്മൾ അവയവങ്ങൾ കൃത്യമായി കൊണ്ട് ചെയ്യുക, അതിന്റെ ക്രമത്തിൽ, അതിന്റെ പൂർണ്ണതയിൽ, അതിന്റെ എല്ലാ രൂപങ്ങളിലും വുളു എന്നുള്ളത് പരിപൂർണമാക്കിക്കൊണ്ട് ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളുവിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എങ്ങനെയാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീന
വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് നിങ്ങൾ വുളൂഇന് ശേഷം പ്രാർത്ഥിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ചില ആളുകൾ വുളൂഇന്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അതേപോലെ തന്നെ ഖിബ്ലക്ക് അഭിമുഖമായിട്ടൊക്കെ നിന്ന് ചൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു രീതിയൊന്നും പ്രവാചകർ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാണ്. നമ്മൾ ദീനിൽ ഉള്ളതായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. വുളൂഇന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് ഹദീസുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. ഒരാൾക്ക് വുളൂ ചെയ്യാൻ അയാളുടെ ശരീരത്തിൽ വെള്ളം നനയുന്നത് പ്രയാസമാണ്, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ അയാൾക്കുണ്ടായി എങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അയാൾക്ക് ഇളവില്ല. അയാൾ തയമ്മും ചെയ്തുകൊണ്ട് നമസ്കരിക്കണം എന്നാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിം തയമ്മും ചെയ്തുകൊണ്ട് നമസ്കരിക്കേണ്ടത്? അതുവരെ വളരെ കൃത്യമായി ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതുണ്ട്. ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്ത അവസ്ഥ ഉണ്ടായി, അതേപോലെ തന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി, ഒരു മരുഭൂമിയിൽ അയാൾ അകപ്പെട്ടു. അങ്ങനെയാണ് എങ്കിൽ നമസ്കാരത്തിന്റെ സമയമായാൽ ശുദ്ധമായ പ്രതലത്തിൽ മണ്ണിൽ അയാൾ ഒരു തവണ അടിക്കുകയും എന്നിട്ട് തന്റെ കൈകൾ ഉയർത്തി ആ കൈകളിൽ പൊടിയുണ്ട് എങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ഊതിക്കളഞ്ഞ് അയാളുടെ മുഖം തടവുക, അതേപോലെ തന്നെ കൈകൾ തടവുക, കൈകളുടെ മുകൾ ഭാഗം തടവുക, രണ്ട് കൈയുടെയും മുകൾ ഭാഗം തടവുക. ഇതോടുകൂടി അയാൾ അംഗശുദ്ധി വരുത്തി തയമ്മും ചെയ്യും. എന്നിട്ട് വുളു കൊണ്ട് അയാൾ ഏത് കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതേ രൂപത്തിൽ ആ തയമ്മും കൊണ്ട് അയാൾക്ക് നമസ്കരിക്കാം, ഇബാദത്തുകൾ ചെയ്യാം, എല്ലാ കാര്യങ്ങളും അയാൾക്ക് ചെയ്യാം എന്ന് വളരെ കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇനി വുളു കൊണ്ട് ഒരുപാട് ആത്മീയമായ ഗുണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും വളരെ കൃത്യമായി കൊണ്ട് പരിപൂർണമായി എല്ലാ അവയവങ്ങളും നനയുന്ന രൂപത്തിൽ ഒരാൾ വുളു ചെയ്താൽ ആ വുളു കൊണ്ട് അയാളുടെ അവയവങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ പാപങ്ങളും അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. ഇതാണ് വുളുവിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. നമ്മൾ ഒരു ദിവസം നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ വായ കൊണ്ട്, കാലുകൾ കൊണ്ട് എത്ര ചെറിയ പാപങ്ങൾ ചെയ്യുന്നുണ്ടാകും. ആ പാപങ്ങളെല്ലാം അല്ലാഹു തആല വുളു ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപക്കറകൾ പടച്ച റബ്ബ് കഴുകിക്കളയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഒരാൾ ഫർള് നമസ്കാരത്തിനു വേണ്ടി വീട്ടിൽ നിന്ന് കൃത്യമായി വുളു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് അയാൾ നടന്നു വരികയാണ് എങ്കിൽ ഓരോ കാലടിക്കും അയാളുടെ മേൽ നന്മകൾ രേഖപ്പെടുത്തും. ഓരോ കാലടിക്കും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ, തിന്മകളെ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഇത് വുളു പരിപൂർണമായി ചെയ്യുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഒരുപാട് വുളുവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇളവുകളും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊക്കെ പല ആളുകളും ഓഫീസുകളിൽ പോകുന്ന ആളുകളാണ്, പല ആളുകളും ഷൂ അതേപോലെ തന്നെ സോക്സ് ഒക്കെ ധരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയാണെങ്കിൽ അവർക്ക് പരിശുദ്ധ ഇസ്ലാം ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഒരാൾ സോക്സ് ധരിക്കുന്ന ആളുകളാണ് എങ്കിൽ വുളുവോട് കൂടിയിട്ട് സോക്സ് ധരിച്ചാൽ അയാൾക്ക് നമസ്കാരത്തിനു വേണ്ടി കാലുകൾ കഴുകേണ്ടതില്ല, പകരം ആ സോക്സിന്റെ മുകൾ ഭാഗത്ത് തടവിയാൽ മതി എന്നാണ്. പക്ഷേ നിബന്ധന എന്ന് പറഞ്ഞാൽ വുളുവോടുകൂടി അയാൾ അത് ധരിച്ചിരിക്കണം. ഈ ഒരു ഇളവ് യാത്രക്കാരായ ആളുകൾക്ക് 3 പകലും 3 രാത്രിയും ഉപയോഗിക്കാം. നാട്ടിൽ നിൽക്കുന്ന മുഖീമായ ആളുകൾക്ക് 1 രാത്രിയും 1 പകലും ഈ ഇളവ് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ഓരോ വുളുവിനും ഇതിങ്ങനെ അഴിച്ചു മാറ്റേണ്ട ആവശ്യമില്ല, അതിന്റെ മുകളിൽ തടവിയാൽ മതി എന്ന ഈ രൂപത്തിലുള്ള ഒരുപാട് ഇളവുകൾ. അതേപോലെ തന്നെ വുളുവിന്റെ അവയവങ്ങളിൽ ഒരാൾക്ക് മുറിവ് പറ്റി, അതല്ലെങ്കിൽ ആ അവയവങ്ങളിൽ പ്ലാസ്റ്റർ അതേപോലെ തന്നെ ബാൻഡേഡ് തുടങ്ങിയവ ധരിക്കേണ്ടി വന്നു, ചുറ്റേണ്ടി വന്നു. എന്നാൽ
അവക്ക് ആ മുറിവുകൾ വെള്ളം നനഞ്ഞാൽ പഴുക്കും എന്ന പേടിയുണ്ട്, ഭയപ്പാടുണ്ട് എങ്കിൽ അയാൾക്ക് അതിന്റെ മുകളിൽ തടവിയാൽ മതി, അയാളുടെ വുളു പരിപൂർണമാകും എന്ന് പണ്ഡിതന്മാരായ ആളുകൾ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്കിൽ പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഇളവില്ല എന്ന് പ്രത്യേകമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ മിൻ അഹദിൻ യതവല്ലഉ, ഒരാള് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ വുളു ചെയ്യുകയാണ്, ഫയുഹ്സിനുൽ വുളുഅ, അതേപോലെ തന്നെ അയാളുടെ വുളുഇനെ നല്ല രൂപത്തിൽ നന്നാക്കി. അങ്ങനെ പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും നനയുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നന്നായി കൃത്യമായിട്ട് അയാൾ വുളു ചെയ്തു. എന്നിട്ടോ വയുസല്ലി റകഅതൈനി, അങ്ങനെ അയാൾ വുളുവിന് ശേഷം 2 റകഅത്ത് സുന്നത്ത് നമസ്കരിക്കൽ, തഹിയ്യത്ത് നമസ്കരിക്കൽ സുന്നത്തായ കാര്യമാണ്. അതുകൂടി അയാൾ നമസ്കരിച്ചാൽ അയാളുടെ മേൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അയാളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു എന്ന്, ഇഷ്ടമുള്ള കവാടത്തിലൂടെ അയാളോട് പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയുമെന്ന്. വേറൊരു ഹദീസിൽ ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വുളു ചെയ്യുകയാണ്, എന്നിട്ട് അയാളുടെ വുളുവിനെ ഏറ്റവും നല്ല രൂപത്തിലാക്കി, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ആ വുളുവിനെ പരിപൂർണമാക്കി ചെയ്താൽ അയാളുടെ മേൽ സ്വർഗം നിർബന്ധമായി എന്ന്, വജബത്തു ലഹുൽ ജന്ന, അയാളുടെ മേൽ സ്വർഗം നിർബന്ധമായി എന്ന്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഈ ഒരു ഇബാദത്തിൽ പോലും അല്ലാഹു തആല വളരെ വലിയ പ്രതിഫലമാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. നമ്മൾ ആലോചിക്കേണ്ടത്, നാം ചെയ്യുന്ന വുളു അത് കൃത്യമായി പരിപൂർണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണോ എന്ന് ഓരോരുത്തരും നമ്മൾ ആലോചിച്ച് നോക്കും. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കൃത്യമായി വുളുവിനെ പഠിച്ച് അതിനെ മനസ്സിലാക്കി തിരുത്താൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കുട്ടികൾക്ക് വുളുവിന്റെ രൂപം നമ്മൾ കൃത്യമായി അതിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ ക്രമങ്ങളും അതിന്റെ രൂപങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ശരിയായ രൂപത്തിൽ വുളു ചെയ്താൽ മാത്രമേ നമ്മുടെ നമസ്കാരം പരിപൂർണമാവുകയുള്ളൂ. ആ രൂപത്തിൽ വുളു നല്ല രൂപത്തിൽ പരിപൂർണമായി ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വുളുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. നമ്മളൊക്കെ ഒട്ടനവധി ഈമാൻ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈമാൻ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ അഖീദ പരിപൂർണമാവുകയില്ല എന്നാണ്. നമ്മളൊക്കെ മരണത്തെക്കുറിച്ച് പറയും, പക്ഷെ നമ്മളിൽ ആരും മരണത്തിന്റെ വേദന ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. നമുക്കെല്ലാം ഖബർ ജീവിതമുണ്ട്, പക്ഷെ ഖബർ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമ്മളിൽ ആരും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. സ്വർഗത്തെ പറ്റിയും അതേപോലെ തന്നെ നരകത്തെ പറ്റിയും ഒരുപാട് ഹദീസുകൾ കേട്ടവരാണ് ഞാനും നിങ്ങൾ. പക്ഷെ നമ്മൾ ഇന്നുവരെ സ്വർഗത്തെ നമ്മൾ കാണുകയോ നരകത്തെ നമ്മൾ സ്പർശിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും പഠിപ്പിച്ചു തന്ന ഒരുപാട് ഈമാൻപരമായിട്ടുള്ള കാര്യങ്ങളിൽ കണ്ടിട്ടില്ല എങ്കിലും വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങൾ. അപ്രകാരം പ്രവാചകർ പഠിപ്പിച്ച ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് മസീഹു ദജ്ജാലിന്റെ ആഗമനം എന്നുള്ളത്. മസീഹു ദജ്ജാല് വരിക തന്നെ ചെയ്യുമെന്നാണ്. ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടാകും. ആ അവസാനത്തിന്റെ ഏതാനും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ആഗമനം എന്നുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്ന്, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആദമിന്റെ സന്തതിയിൽപ്പെട്ട ഒരാളാണ്. അവൻ ദൈവമാണ് എന്ന് വാദിക്കും. ഞാനാണ് അള്ളാ എന്ന് വാദിക്കും. ഒരുപാട് ആള് അവൻ അള്ളയാണ്, അവന്റെ ശരീരത്തിന്റെ രൂപം കണ്ട് അള്ളയാണ് എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ ദൈവമാണ് എന്ന് വിചാരിച്ച് അവന്റെ കൂടെ കൂടും. ഒരുപാട് ഫിത്നകൾ, ഒരുപാട് കുഴപ്പങ്ങൾ അവൻ ഭൂമിയിൽ ഉണ്ടാക്കുമെന്നാണ്. ഭൂമിയിൽ അവൻ പ്രവേശിക്കാത്ത ഒരു നാടും ഉണ്ടാവുകയില്ല. മക്കയിലേക്കും മദീനയിലേക്കും ദജ്ജാൽ പ്രവേശിക്കുകയില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദമിന്റെ സന്തതികൾക്ക് എല്ലാ ആളുകൾക്കും 2 കണ്ണുകൾ ഉണ്ടാവും. പക്ഷേ ദജ്ജാലിന് 1 കണ്ണ് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് തന്നെ ഒരു ഉണക്കമുന്തിരി പോലെയായിരിക്കും. അവന്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതി വച്ചിട്ടുണ്ടാവും. അന്ന് വിശ്വാസികളായി ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അത് വായിച്ചെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ ഈ നാട്ടിൽ പല തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ആളുകൾ ഈ ഒരു ഫിത്തിന അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആഗ്രഹിച്ചു പോകുമെന്നാണ്. എന്നിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ദജ്ജാലിനെ വധിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ഈ ദജ്ജാലിന്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ നമസ്കാരങ്ങളിലും നമ്മളൊക്കെ അവസാനത്തെ അത്തഹിയാത്തിൽ ആ ഓരോ പ്രാർത്ഥനകൾക്ക് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തിന് ശേഷം നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിലെ ഒരു വരി എന്ന് പറഞ്ഞാൽ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, അവന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടാണ്. മാത്രമല്ല ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ 18ാമത്തെ അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയാൽ അവന് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നു ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതിൽ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ എന്നാണ്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിമ്പറുകളിൽ, ഖുതുബകളിൽ ദജ്ജാലിനെ പറ്റി ആളുകൾക്ക് പരാമർശിച്ചു കൊടുക്കണമെന്നാണ്. ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മിമ്പറുകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വിശ്വാസ കാര്യത്തിൽ അതിൽ ഈമാനുള്ള ആളുകളായി നമ്മൾ മാറുക. ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നോക്കൂ, ഒരുപാട് ആളുകൾ മതം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ വിശ്വാസ കാര്യങ്ങളിലൊക്കെ അതെല്ലാം തെറ്റാണ്, മരണത്തോട് കൂടിയിട്ട് എല്ലാം അവസാനിച്ചു, ഖബർ ജീവിതം ഉണ്ടാവില്ല, അതേപോലെ തന്നെ സ്വർഗം ഉണ്ടാവില്ല, നരകം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ നിന്ന് ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദീനി എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് വിശ്വാസ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട, പരലോക വിജയത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ദീനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട്. ഇത്തരം വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ദീന്, എന്റെ മനസ്സിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. ഒരാള് കാഫിറായിട്ട് മരണപ്പെട്ടു പോയാൽ പിന്നീട് അയാൾക്കൊരു മടക്കല്ല എന്നാണ്. നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് അയാൾക്കൊരു മടക്കല്ല. ആ ഒരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളെയും അല്ലാഹു തആല പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ എല്ലാം ഖബറിടത്ത് വിശാലമാക്കി കൊടുക്കണമെന്നാ. അല്ലാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു, അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാ. അല്ലാഹു, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.
إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين.